ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സംസ്ഥാനത്ത് ഏപ്രിൽ മെയ് മാസങ്ങളിലെ റേഷൻ വിഹിതം ഗുണഭോക്താക്കൾക്ക് ഒരുമിച്ച് നൽകാൻ സർക്കാർ തീരുമാനിച്ചു. ഏപ്രിൽ 4 മുതൽ വിതരണം ആരംഭിക്കുകയും ചെയ്തു. 3 മാസത്തെ വിഹിതം ഒരുമിച്ച് നൽകാനായിരുന്നു കേന്ദ്ര നിർദ്ദേശമെങ്കിലും റേഷൻ കടകളിൽ ഭക്ഷ്യധാന്യങ്ങൾ സൂക്ഷിക്കാനുള്ള സ്ഥലപരിമിതി കണക്കിലെടുത്താണ് 2 മാസമാക്കി ചുരുക്കിയത്. ഏപ്രിൽ വിഹിതത്തോടൊപ്പം മെയ് വിഹിതം ഏപ്രിൽ 4 മുതൽ മെയ് 30 വരെ വാങ്ങാവുന്നതാണ്. ജൂണിലെ വിഹിതം സ്റ്റോക്ക് ലഭ്യമാകുന്ന മുറക്ക് നേരത്തെ തന്നെ വിതരണം ചെയ്യുന്നത് പരിഗണനയിലാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിൽ ഇന്ധന ലഭ്യത കുറഞ്ഞാൽ ഭക്ഷ്യക്ഷാമം ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലായാണ് സർക്കാരിൻ്റെ ഈ പുതിയ നടപടി. മഞ്ഞ കാർഡിന് ഏപ്രിൽ മെയ് മാസങ്ങളിലെ മുൻകൂർ വിഹിതവും ചേർത്ത് ആകെ 60 കിലോ അരിയും 4 കിലോ ഗോതമ്പും സൗജന്യമായും 6 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും ലഭിക്കും. പിങ്ക് കാർഡുള്ളവർക്ക് ഏപ്രിൽ വിഹിതവും മെയ്യിലെ മുൻകൂർ വിഹിതവും ചേർത്ത് ഓരോ അംഗത്തിനും 8 കിലോ അരിയും 2 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. 4 അംഗങ്ങളുള്ള കാർഡിന് ഗോതമ്പിന് പകരം പരമാവധി 8 പാക്കറ്റ് ആട്ടയും അതിൽ കൂടുതൽ അംഗങ്ങളുള്ള കാർഡിന് ഓരോ അംഗത്തിനും അധികമായി 2 കിലോ ഗോതമ്പും ലഭിക്കുന്നതാണ്. അതുപോലെ നീല കാർഡിന് ഏപ്രിൽ വിഹിതവും മെയ്യിലെ മുൻകൂർ വിഹിതവും ചേർത്ത് ഓരോ അംഗത്തിനും 4 കിലോ അരി വീതം കിലോക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കും. കൂടാതെ ഏപ്രിൽ മെയ് മാസങ്ങളിലെ അധിക വിഹിതമായി 5 കിലോ അരി കിലോക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. അതാത് താലൂക്കിലെ സ്റ്റോക്ക് അനുസരിച്ച് കാർഡിന് 2 കിലോ മുതൽ 6 കിലോ വരെ ആട്ട കിലോക്ക് 17 രൂപ നിരക്കിൽ ലഭിക്കും. അതുപോലെ വെള്ളക്കാർഡിന് ഏപ്രിൽ വിഹിതവും മെയ്യിലെ മുൻകൂർ വിഹിതവും ചേർത്ത് ആകെ 10 കിലോ അരി കിലോക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. അതാത് താലൂക്കിലെ സ്റ്റോക്ക് അനുസരിച്ച് കാർഡിന് 2 കിലോ മുതൽ 6 കിലോ വരെ ആട്ട കിലോക്ക് 17 രൂപ നിരക്കിൽ ലഭിക്കും. ക്ഷേമസ്ഥാപന അന്തേവാസികൾക്കുള്ള കാർഡുള്ളവർക്ക് ഏപ്രിൽ വിഹിതവും മെയ്യിലെ മുൻകൂർ വിഹിതവും ചേർത്ത് വാങ്ങിക്കാവുന്നതാണ്. അതുപോലെ ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള വിഹിതം വൈദ്യുതിയുള്ള വീടുകൾക്ക് മഞ്ഞ കാർഡിന് 1 ലിറ്റർ മണ്ണെണ്ണയും മറ്റുള്ളവർക്ക് 1/2 ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കും. വൈദ്യുതിയില്ലാത്ത വീടുകൾക്ക് 6 ലിറ്റർ മണ്ണെണ്ണ ലഭിക്കും. അടുത്ത അറിയിപ്പ്. മോട്ടോർ വാഹന നിയമപ്രകാരം 31/12/2024 വരെ ലഭിച്ചിട്ടുള്ള വാഹന ചലാനുകൾക്ക് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി അനുവദിക്കാൻ കേരള സർക്കാർ തീരുമാനിച്ചു. ഈ പദ്ധതി പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നതിനും ഫീ അടക്കുന്നതിനുമുള്ള കാലാവധി 30/4/2026 വരെ മാത്രമായിരിക്കും. പോലീസ്, മോട്ടോർ വാഹന വകുപ്പുകൾ ഈടാക്കിയ ചലാനുകൾ അടച്ചു തീർപ്പാക്കാനായി പൊതുജനങ്ങൾക്ക് ഈ പദ്ധതിക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്യാനും ഓൺലൈനായിട്ട് ഇളവ് ചെയ്ത തുക അടയ്ക്കാനും സാധിക്കുന്നതാണ്. വിവിധ പരിവാഹന സേവനങ്ങൾ ലഭ്യമാകുന്നതിന് തടസ്സമായി നിൽക്കുന്ന ചലാനുകളുടെ വലിയ കുടിശ്ശിക തീർപ്പാക്കുന്നതിനാണ് ഈ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൂടാതെ ചലാനുകൾ നിലവിലുണ്ടെങ്കിൽ സേവനങ്ങൾ നിഷേധിക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന നിയമം 167 ഭേദഗതിക്ക് ശേഷം കുടിശ്ശികകൾ തീർക്കാൻ പൗരന്മാർക്ക് ഒരവസരം കൂടി നൽകുക എന്നതും ഈ പദ്ധതിയുടെ ലക്ഷ്യമാണ്. ഈ പദ്ധതിയിലൂടെ ഇളവ് ലഭിക്കുന്നതിനു വേണ്ടി services.mvd.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്.